പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ പൊതുവിൽ നമുക്ക് ഭയം ഉണ്ടാവാറുണ്ട്. മാർഷൽ പഠിക്കുന്ന ആർക്കും ഭയം ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനമുള്ള വിഷയം. എന്തായാലും ഈ ഭയമെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കണ്ണിന് നേരെ എന്തെങ്കിലും ഒന്ന് വരുന്നു, ഒരു പൊടി അടിക്കുന്നു, അപ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചിട്ട് കണ്ണടയ്ക്കുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ കണ്ണിനെ ഈ ഭയം പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ലേ ചെയ്യണത്? വ്യക്തമായി മനസ്സിലാക്കുക. നമ്മുടെ കണ്ണിന് ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നു. അപ്പോൾ കണ്ണിനകത്തെ കൃഷ്ണമണിക്കൊന്നും പറ്റാതിരിക്കാൻ ആ പോള അടയ്ക്കുന്ന, അത് നമ്മൾ പറയത്തില്ലേ, കണ്ണടച്ച് തുറക്കും മുമ്പ് അടി കഴിയണം എന്ന് പറയാറുണ്ട് അല്ലേ? കണ്ണടച്ച് തുറക്കും മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണെങ്ങനെയാണോ തൻ്റെ കൃഷ്ണമണിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ വേഗത അഭ്യാസിക്ക് ഉണ്ടാകണമെന്ന അർത്ഥം. അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് മെയ് കണ്ണാവണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൊത്തം ഒരു അവയർനെസ് നമുക്ക് വേണം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള റിഫ്ലെക്സുകൾ, എൻ്റെ പേരതാണ് റിഫ്ലെക്സ്. റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലല്ല റിഫ്ലെക്സ് ഉണ്ടാവുന്നത്. സാധാരണ എല്ലാ കാര്യങ്ങളും തലച്ചോറ് സെൻസ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് വരുന്ന റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സെൻസേഷൻസ് ഉണ്ടാവുന്നത്. പക്ഷേ റിഫ്ലെക്സ് ഉണ്ടാവുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ തീക്കകത്ത് കൈ പോകുന്നു പെട്ടെന്ന് വലിക്കുന്നു, കാലിലൊരു മുള്ളു കൊള്ളുന്നു പെട്ടെന്ന് വലിക്കുന്നു, ഇതെല്ലാം തന്നെ എന്താണ്? റിഫ്ലെക്സുകളാണ്. ഈ റിഫ്ലെക്സുകൾ നട്ടെല്ലുമായി കണക്ട് ചെയ്താണെന്നുള്ളത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുണ്ടലിനി അവേക്കണിങ്, കുണ്ടലിനി ഓപ്പൺ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളരിയുടെ അവസാന ഭാഗത്തിലും ഇങ്ങനെയുള്ള കഥകളൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളതും. അവിടെ വരെ സാധാരണ നമ്മുടെ കളരിക്കാർ പോവാറില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ 7 ചക്രങ്ങൾ ഉണർത്തുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം കളരിയിലും വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരാണ് പിന്നീട് യഥാർത്ഥത്തിൽ നല്ല ഗുരുക്കന്മാരായിട്ട് മാറുകയും സമാധാനപരമായ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമാക്കിയിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ റിഫ്ലെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട. റിഫ്ലെക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഭയങ്ങളിൽ നിന്നാണ് നമ്മൾ റിഫ്ലെക്സ് ഉണ്ടാവുന്നത്. നമ്മുടെ ഭയങ്ങളിൽ നിന്നാണ് റിഫ്ലെക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ റിഫ്ലെക്സ് ഉണ്ടാകുമ്പോൾ ആ ഭയത്തെ അതിജീവിക്കുവാൻ നമ്മുടെ ബോഡി റെഡിയാവും. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ വിശ്വാസം നമ്മുടെ ശരീരത്തോടാണ്. ആ ശരീരം എന്ത് ചെയ്തോളും? തീർച്ചയായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഭയം വരുന്ന സമയത്ത് നമുക്കറിയാം, അഡ്രിനാലിൻ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് പമ്പ് ചെയ്യും. അപ്പം നമുക്ക് നല്ല കരുത്ത് കിട്ടും. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ വിശ്വസിച്ചാൽ ഈ അഡ്രിനാലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കിട്ടുകയും നമ്മൾ ഭയത്തെ അതിജീവിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മതി, അടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ കുറച്ചേറെ അടി കിട്ടിയതിന് ശേഷം എഴുന്നേറ്റ് വന്ന് തിരിച്ചു കൊടുക്കുന്നതുണ്ട്. കാരണം ആദ്യത്തെ 1-2 അടി നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, ഒരു കാരണവശാലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഈ പോലീസ് മർദ്ദനങ്ങളൊക്കെ ഞങ്ങൾ പത്രത്തിൽ ഇപ്പം വളരെ കാണാറുണ്ട്. ഒരുപാട് പേര് കൂടി ഒരാളെ ഇടിച്ച് കൊല്ലുന്ന ഇടപാടൊക്കെ. അപ്പോൾ അതിനകത്തെ പ്രശ്നം വെച്ചാൽ, ആദ്യത്തെ 1-2 ഇടി അയാൾക്ക് സഹിക്കാൻ പറ്റില്ല, കാറുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നീടുള്ള അടികളൊക്കെ അയാൾ സഹിച്ചു തുടങ്ങും. ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു കരുത്തെന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇത് ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ളതൊരു. അപ്പോൾ എന്തെങ്കിലും ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ മരുന്നൊക്കെ കഴിച്ച് അത് മാറും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ പോലെ തന്നെ നമ്മൾ ഭയപ്പെടുന്ന വേറൊന്നുമല്ല, ഒരേ ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ തിരിച്ചടിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ്. അതായത് നമ്മൾ ജയിലിൽ പോകും, അല്ലെങ്കിൽ നമ്മൾക്ക് കേസ് വരും, അതിൻ്റെ പുറകിൽ തൂങ്ങി നടക്കണം, കുടുംബത്തിനൊപ്പം ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് തിരിച്ച് പ്രതികരിക്കാത്തത്. അല്ലാതെ പ്രതികരിച്ചാലത്തെ അവസ്ഥ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലർ പ്രതികരിക്കും, 100% പ്രതികരിക്കും. അതാണ് നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വില്ലൻ വന്ന് നായകനെ അടിച്ച് കൊല്ലുന്ന പരുവത്തിലിടും, അവസാനം ഈ നായകൻ മെല്ലെ പുല്ലൊക്കെ പിടിച്ച് മുറുകി പിടിച്ച് പറിച്ച് എഴുന്നേറ്റോണ്ട് വന്ന് ഇടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ റിഫ്ലെക്സുകളുടെ പ്രതിപ്രവർത്തനങ്ങളാണ്. ഈ റിഫ്ലെക്സ് കൂട്ടാനുള്ള ഒരുപാട് മാർഗങ്ങൾ മാർഷൽ ആർട്ടിലുണ്ട്. അതിൽ 1-2 മാർഗങ്ങൾ വളരെ സീക്രട്ട് ആയിട്ടുള്ളതൊന്നും നമ്മൾ അറിയാമല്ലോ, യൂട്യൂബ് ചാനൽ വിടാൻ നമുക്ക് താല്പര്യമില്ല, അത് നേരിട്ട് പഠിക്കേണ്ടവ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയലാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിഫ്ലെക്സ് കൂട്ടാനുള്ള ഒരു മെത്തേഡാണിത്. അതായത് നമ്മൾ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ പുറകിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ടച്ച് എന്നുള്ള ഫീലില്ലേ, ആ ഫീൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിൽ കയറി തൊടാനായിട്ട് ശ്രമിക്കണം. ഇത് നല്ലൊരു പരിശീലനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറകിൽ നിന്ന് ഇപ്പോൾ ഒരു അടിയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ചിലപ്പോൾ പിടിച്ച് നിർത്തിയിട്ടായിരിക്കും നല്ല അടി തരുന്നത്. അപ്പോൾ ആ പിടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കാനായിട്ട് കഴിയണം. ആ കഴിവാണ് നമ്മൾ ഇതിനകത്തൂടെ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പിന്നീട് തൊടുന്ന അവസ്ഥകളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പം നിഞ്ച പോലുള്ള മാർഷൽ ആർട്ടുകളുടെയൊക്കെ ഹയർ പ്രാക്ടീസുകളിലൊക്കെ തന്നെ പുറകിൽ നിന്ന് വെട്ടാൻ വരുമ്പോൾ തന്നെ അവർ റോൾ ചെയ്ത് രക്ഷപ്പെടുന്ന ചില മാർഗ്ഗങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതെല്ലാം ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഇതുപോലുള്ള റിഫ്ലെക്സുകളുടെ ഹയർ വേർഷൻസ് ആണ്.
അപ്പോൾ നമുക്ക് അതോടൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ ട്രിക്ക് എങ്ങനെയുണ്ട്? ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഹയർ ലെവലിലേക്കൊന്ന് സെൻസേഷൻ ആക്കിയെടുക്കാനുള്ള ഒരുപാട് ട്രിക്കുകൾ മാർഷൽ ആർട്സ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതൊക്കെ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കേണ്ടതായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ ബോഡി കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ബോഡി കണ്ടീഷനിങ്ങിൽ നമുക്ക് അടി താങ്ങാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഡെയിലി. അപ്പോൾ ഒരടിയൊക്കെ നമ്മുടെ കരണത്ത് കിട്ടുകയോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബോഡി കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമാക്കാതെ നടന്നു പോകാനുള്ള ശീലം നല്ല മാർഷൽ ആർട്ട് പഠിപ്പിക്കുന്നവരിലുണ്ടാവും. ബോഡി കണ്ടീഷനിങ് കരാത്തെ പോലുള്ള കുങ്ഫു പോലുള്ള മാർഷൽ ആർട്ടുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരതിനകത്ത് വളരെ വളരെ സീരിയസ് ആയിട്ട് ആ കാര്യം എടുക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വെളിയിൽ നിന്ന് ഇപ്പോൾ ഒരു അടി വന്നാൽ അവരത് മൈൻഡ് ചെയ്യാതെ വളരെ കൂളായിട്ട് പോകാനായിട്ട് കഴിയും. ഇനി തിരിച്ച് കൊടുക്കണേലും ആദ്യം വേണ്ടത് ശരീരത്തിൽ അടി താങ്ങാനുള്ള ശേഷിയാണ്. അത് ചെയ്യിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഈ ബോഡി കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരവസ്ഥ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയൽ ഫൈറ്റിലേക്ക് വരുന്നത്. ഇത് കണ്ടിട്ട് നേരിട്ട് പോയി വീട്ടിലോ നാട്ടിലോ പരീക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത് കുഴപ്പമാകും. ഇവർക്കിത് വർഷങ്ങളുടെ പരിശീലനം ഉള്ളതുകൊണ്ട് എങ്ങനെ അടി കൊള്ളണം, കൊടുക്കണം എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ടാവും. റിഫ്ലക്സുകൾ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളുടെ പരിശീലനമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാളുടെ കരണത്തടിക്കുക, ഇടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവമല്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും മാനസികമായിട്ട് അവരെ അടിക്കാനും ഇടിക്കാനൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കുന്ന കുറച്ചേറെ മെത്തേഡുകളുണ്ട്. അതൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ടതായതുകൊണ്ട് നമ്മളതൊന്നും പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടി താങ്ങാനുള്ളൊരു ശേഷി, ഇപ്പോൾ അതിനകത്ത് അടിച്ച ഒച്ച കേട്ടതും അടി കൊണ്ടതുമൊക്കെ റിയലാണ്. അപ്പം മിനിമം അത്രയെങ്കിലും നമുക്ക് അതിനുള്ളൊരു പരിശീലനം കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക തന്നെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.